ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് 1.5 kg വെയിറ്റ് വരുന്ന ഒരു വാൻചോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. അതും 2 ടയർ ആണ്. സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലാണ്. അതും ഓവൺ ഇല്ലാതെ ഗ്യാസിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് സ്പോഞ്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ അതുപോലെ ഒരു 3/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇത് 2-3 തവണ ഒന്ന് അരിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തവണ അരിച്ചതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അതല്ലെങ്കിൽ ഇങ്ങനെ 2-3 തവണ അരിച്ചെടുക്കുന്നതാവും നല്ലത്. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ചിന് വേണ്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഉപ്പ്, ഒരു 3/4 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ഏകദേശം ബീറ്റായി വരുന്ന ടൈമിൽ നമ്മളിതിലോട്ട് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലോട്ട് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഓവർ ബീറ്റ് ചെയ്ത് ലോയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മുടെ അരിച്ചു വെച്ച മിക്സ് നമുക്ക് ഇതിലോട്ട് കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. നമ്മുടെ ഈ പതഞ്ഞു വന്ന എഗ്ഗ് ഒന്ന് താഴ്ന്നു പോകാത്ത രീതിയിൽ ചെറിയ രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ മിക്സ് ഒഴിക്കുന്നതിന് കൂടെ 2 ടേബിൾ സ്പൂൺ പാലും കൂടെ എടുത്തിട്ടുണ്ട്. അതും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റണം. അപ്പം ഞാൻ 6 ഇഞ്ചിൻ്റെ ഒരു മോഡും പിന്നെ അതുപോലെ 8 ഇഞ്ചിൻ്റെ ഒരു മോഡും ഇവിടെ ബട്ടർ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിത് ഒരേ ടൈമിലാട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് ഇങ്ങനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലാണ് 6 ഇഞ്ചിൻ്റെ മോഡൽ വെച്ചെടുക്കുന്നത്. പിന്നെ 8 ഇഞ്ചിൻ്റേത് ഒരു ചെറിയ ചെമ്പിലാണ് വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ 15 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ചെറിയ ടിന്നത്തേത് ബേക്കായിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വലിയ 8 ഇഞ്ച് ടിന്നിൻ്റെതും ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടി വാനില സ്പോഞ്ച് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 3/4 കപ്പ് മൈദ, അതുപോലെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി അതിലോട്ട് 3 മുട്ട പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമ്മൾ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ക്രീമാക്കി വരുന്ന വിധം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുട്ടയൊക്കെ നന്നായി ബീറ്റായി വന്നതിന് ശേഷം 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
നമ്മുടെ നേരത്തെ അരച്ചു വെച്ച മൈദയുടെ മിക്സിന് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഓവർ ബീറ്റ് ആവാതെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഉണ്ട്, അതും കൂടെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇത് നമ്മൾ 2 ടിന്നിലോട്ടായിട്ട് മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ 2 ടയർ ചെയ്യുന്നത് കാരണമാണ് ഇങ്ങനെ 1 ഇഞ്ചിൻ്റെ പിന്നെ അത് 1/2 kg ടിന്നിലോട്ട് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ബേക്ക് ചെയ്ത പോലെ തന്നെ നോൺ സ്റ്റിക്ക് പാനിലും ചെമ്പിലും വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒക്കെ 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാതും. ഞാൻ ആദ്യം 1/2 kg കേക്കാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ അടിയിൽ വെക്കണം, മുകളിൽ വെക്കാനുള്ള അതിൻ്റെ അടിയിൽ കുറച്ച് ഷുഗർ സിറപ്പ് ആക്കിയാൽ മതി. കാരണം നമ്മളത് ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് മറ്റേ വെക്കേണ്ടതല്ലേ. പിന്നെ അതുപോലെ അതിലോട്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ, ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ ഇട്ട് വൈറ്റ് ചോക്ലേറ്റിനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്രീമിൽ ചോക്ലേറ്റ് ഉള്ള കാരണമാണ് വൈറ്റ് ചോക്ലേറ്റ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റിന് ഇഷ്ടം വെച്ചാൽ അത് ചേർത്ത് കൊടുത്താലും മതിയിട്ട്. പിന്നെ കുറച്ച് ചെറിയൊക്കെ വെച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ വൈറ്റ് സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഒരു കേക്ക് ഇവിടെ ഏകദേശം റെഡി ആയിട്ട് ഇനി അതൊന്ന് ഫുൾ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് 2-3 മണിക്കൂറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. 2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കണം കേട്ടോ. ഇനി നമ്മുടെ 1 kg വെയിറ്റ് വരുന്ന കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. അത് ഇതേ ചെയ്ത മെത്തേഡ് തന്നെ നമുക്ക് അതും ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ 1 kg കേക്കിൻ്റെ ഫിനിഷിംഗ് വർക്കൊക്കെ ചെയ്ത് 3 മണിക്കൂർ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിൻ്റെ മുകളിൽ ഓരോ സ്റ്റിക്കൊന്ന് കുത്തി കൊടുക്കുകയാണ്. കാരണം നമുക്ക് കേക്ക് ഇതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ താഴ്ന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കേക്ക് ഇനി ഇതിന് മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ കേക്ക് വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗനാഷ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റും അതിലോട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ മെൽറ്റ് ചെയ്തായിട്ടുള്ളത്. അതന്നെ ഈ 2 കേക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊരു രീതിയിലൊരു ഡിസൈൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഡിസൈനും കൂടെ വരഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻ ഒന്ന് സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബോർഡറും കൂടെ വരഞ്ഞു കൊടുക്കുമല്ലോ. അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള 1.5 kg
കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പേരും കൂടെ എഴുതാനാണ്, അതും കൂടെ എഴുതി ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ